ഹലോ, ഞാനിന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് സാധനം വാങ്ങിക്കാൻ പോകണം, അതാണ് മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. അങ്ങനെ 4 പേരും റെഡിയായി പുറത്തേക്ക് ഇറങ്ങിയതാണ്. സമയം ഏകദേശം ഒരു 7 മണി 7:30 ആയിട്ടുണ്ടാവും. 7:30 ആയിട്ടില്ല, 7 മണി ആയിട്ടുണ്ടാവും കേട്ടാ. നേരെ പതിവ് തെറ്റിക്കാതെ നേരെ സുനീസിലേക്ക് പോയി ചായയെല്ലാം കുടിച്ചിട്ട് പോവാന്ന് വിചാരിച്ചിട്ട് ചേട്ടൻ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടാ. നേരം അങ്ങനെ അതിൻ്റെ ഇടയിൽ അനുവാദിയും വന്നിട്ട് പാട്ട് വെക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഞാൻ നന്നായിട്ട് ചീത്ത പറഞ്ഞേ. ആ ചീത്ത പറഞ്ഞ് ഇതിൻ്റെ ജാടയാണ് ഇപ്പം എടുക്കുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്കെ റിംഗ് ലൈറ്റിന്റെ മുമ്പിലെല്ലാം ഷോ കളിക്കുന്നവരാണ്. ഇപ്പൊ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കുമ്പോൾ കണ്ണെല്ലാം മുറുക്കെ പൊത്തിയിട്ട് എന്തെല്ലോ കളിക്കുന്നുണ്ട്. അതാ ഞാൻ ചീത്ത പറഞ്ഞതിന്റെ ജാടയാണ് കേട്ടോ, വേറൊന്നുമല്ല. അങ്ങനെ നേരെ ഷാർജ സെന്ററിലേക്കാണ് പോകുന്നത്. ഷാർജ സെന്ററിൽ പോകണമെന്ന് ഞാൻ കുറച്ച് ദിവസമായി വിചാരിക്കുന്നത്. അന്നേരം അനുവിൻ്റെ അതിൻ്റെയും പരീക്ഷയും അതെല്ലാം കൊണ്ട് ഞാൻ പിന്നെ അധികം പുറത്തേക്ക് ഇറങ്ങാൻ അങ്ങനെ മെനക്കെട്ടില്ല. ലുലുവില് സാധനം വാങ്ങിക്കണം അതാണ് മെയിനായിട്ട് ഉദ്ദേശമെങ്കിലും വേറൊരു ദുരുദ്ദേശം കൂടി എൻ്റെ ഈ യാത്രയിലുണ്ട്. അത് ഞാൻ എന്തായാലും വഴിയെ പറഞ്ഞുതരാം കേട്ടാ. നേരെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബേസ്മെന്റിലേക്കാണ് പോകുന്നത്. നമ്മൾ അധികം ഇവിടെ തന്നെ ബേസ്മെന്റിൽ തന്നെയാട്ടാ പാർക്ക് ചെയ്യല്. അധികം തിരക്കൊന്നുമില്ല. തിരക്ക് മീൻസ് ഇതിൻ്റെ അകത്ത് ഷോപ്പെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്രേ. അതുകൊണ്ട് അത്ര വലിയ കൺജസ്റ്റഡ് ഒന്നും അല്ല. പോകെ പോകെ ചിലപ്പോൾ നല്ല തിരക്കെല്ലാം ആവുമായിരിക്കും. എന്നാലും ഇപ്പൊ അത്ര വലിയ ഇതില്ല, തിരക്കില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് ഉദ്ഘാടനം കഴിഞ്ഞത് മുതലേ നമ്മൾ അധികം ഇവിടെ തന്നെയാണ് കേട്ടാ സാധനം വാങ്ങിക്കാനുള്ള വരല്. കാരണം ഒന്നാമത്തെ കാരണം ഈ പറഞ്ഞ കണക്കെ അധികം തിരക്കും ബഹളമൊന്നും ഇല്ലാത്തതുകൊണ്ട്. നമ്മൾ 4 പേരും തിരക്കിൽ അധികം അതിജീവിക്കുന്ന മനുഷ്യന്മാരല്ല. നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ തിരക്കിലും ബഹളത്തിലെല്ലാം പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ അജയേട്ടൻ്റെ കാര്യം എന്താ അറിയാം, കുറേ പാർക്കിംഗ് ഉണ്ടെങ്കിലും കൺഫ്യൂഷനാണ്. അന്നേരം ഏത് സൈഡിലോട്ട് പോകും, എവിടെ വെക്കും. കാരണം ഒരു സൈഡിൽ 152, മറ്റേ സൈഡിൽ 75 പാർക്കിംഗ് ഉണ്ട്. അന്നേരം ആടെ നിന്നിട്ട് കുറച്ച് സമയം കൺഫ്യൂഷൻ, ഏത് സൈഡിലോട്ട് പോകും. കാരണം നിറയെ പാർക്കിംഗ് ആണല്ലോ. അങ്ങനെ വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിട്ട് നേരെ മുകളിലോട്ട് കയറിയിട്ടാ. എപ്പോഴും നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്ന ആ ഒരു സൈഡിലല്ല കേട്ടാ, ഇത് വേറൊരു സൈഡിലാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത്. ഇവിടുന്ന് കുറച്ച് ദൂരം ലുലുവിലേക്ക് നടക്കാനുണ്ടേ. മറ്റേ സൈഡിലാണെങ്കിൽ നമ്മൾ കയറുന്നത് തന്നെ ലുലുവിന്റെ മുന്നിലേക്കായിരിക്കും. ഇവിടെ ഞാൻ പാർക്ക് ചെയ്യിപ്പിക്കാനുള്ള കാരണം വേറൊന്നാണ്. നേരത്തെ പറഞ്ഞ ദുരുദ്ദേശം ഈ കാണുന്നതാണ് കേട്ടാ ഞാൻ പറഞ്ഞ ദുരുദ്ദേശം. ലുലുവിന്റെ ഇവിടെ നേരെ കയറി കഴിഞ്ഞാൽ അവിടുന്ന് സാധനം എല്ലാം പർച്ചേസ് ചെയ്തിട്ട് പിന്നെ ട്രോളിയെല്ലാം ഉരുട്ടി ഇടത്തേക്ക് വന്ന് അതൊരു മെനക്കേടല്ലേ എന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ ഇടത്തേക്ക് കയറി ഒന്ന് റൗണ്ട് അടിച്ചിട്ട് പോവാന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഞാൻ ഇവിടെ ഇതിന്റെ നേരെ താഴെ തന്നെ ബേസ്മെന്റിൽ വണ്ടി വെക്കാൻ വേണ്ടിട്ട് ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായത്. പക്ഷെ അത് ആയിരിക്കും മനസ്സിലായില്ല. അതെന്റെ ഒരു ഐഡിയ ആയിരുന്നു. കാരണം ലുലുലു പോയി കഴിഞ്ഞാൽ എനക്കും ഒരു മടുപ്പ് വരും രണ്ടാമത് ഇടത്തേക്ക് വരാൻ വേണ്ടിയിട്ട് കേട്ടാ. ഇത് ശരിക്കും റീൽസ് കണ്ടത് മുതലേ ഞാനിങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു ഇടത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. ഇവിടെ സ്റ്റുഡിയോ ഓപ്പൺ ആയിട്ട് അത്ര അധികം വലിയ സമയമൊന്നും ആയിട്ടില്ല കേട്ടാ. അതുകൊണ്ട് തന്നെ ഞാൻ കുറെ പ്രതീക്ഷിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. കുറെ കളക്ഷൻസ് ഉണ്ടാവും അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിനി. കളക്ഷൻസ് ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്. അധികം വൈറ്റ് ഓഫ് വൈറ്റിന്റെ ഒരു നല്ല സെലക്ഷൻസ് ഉണ്ട്. പക്ഷെ എൻ്റെ ഒരു കേസ് പറഞ്ഞു കഴിഞ്ഞാല് സൈസ് അവൈലബിൾ അത്ര ഉണ്ടായിരുന്നില്ല. എൻ്റെ സൈസിന് അത്രയില്ലേ കുറെ സംഭവങ്ങളും അല്ലെങ്കിൽ കളക്ഷൻസും ഉണ്ടായിട്ടില്ല. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഡൗൺ ആയിപ്പോയി ഇത് കണ്ട സമയം. കാരണം ഞാൻ പ്രതീക്ഷിച്ച് വന്നതുകൊണ്ടാണ് കുറെ ഉണ്ടാവുന്നല്ലോ. ഞാനൊരു വ്യാഴാഴ്ചയാണ് പോയിട്ടുണ്ടായിനി. ചിലപ്പം സ്റ്റോക്ക് ആ സമയത്ത് ഇല്ലാത്തത് കൊണ്ടാണോന്നും അറിയില്ല, പുതിയ സ്റ്റോക്ക് വരാത്തത് കൊണ്ടാണെന്നും അറിയില്ല. പക്ഷെ പാൻറ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുർത്തിയോ അങ്ങനെയുള്ള ക്രോപ്പ് ടോപ്പ് അതൊന്നും, സാധാരണ ടീഷർട്ട് ഇങ്ങനത്തെ സംഭവങ്ങളിലും സൈസിന്റെ വളരെ ഒരു ഷോർട്ടേജ് പോലെ തോന്നി എനിക്ക്. അതുകൊണ്ട് എനിക്ക് ആകെ ഡൗൺ ആയി. പിന്നെ പാൻറ്റൊക്കെ ഉണ്ടായിരുന്നു, ഷൂസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതെല്ലാം വാങ്ങിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആദ്യം തന്നെ കയറുമ്പം തന്നെ അത് നമുക്ക് ഉണ്ടാവുമല്ലോ, നമുക്കൊരു പ്രതീക്ഷിച്ചിട്ട് പോയതുകൊണ്ടാണ് കേട്ടാ ഒരു നിരാശ അങ്ങ് വന്നു. പിന്നെ ഞാൻ ഒന്ന് ഫുള്ള് ലേഡീസിന്റെ ആയാലും കിഡ്സിന്റെ ആയാലും സെക്ഷനെല്ലാം ഒന്ന് കറങ്ങി തിരിഞ്ഞിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങിയേ.
അതിന്റെ ഇടയിൽ അനുവാദി അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടവും ചാട്ടെല്ലാം ഉണ്ടായിനി കേട്ടാ. പിന്നെ പിള്ളേർ സെക്ഷനിലേക്ക് പോയിട്ട് അനുവിന് അധികം പറ്റിയതുണ്ടോ നോക്കി. പക്ഷെ അവരെ സൈസിന് ഈ മീൻ പറഞ്ഞ കണക്കെ അത്ര നല്ല കളക്ഷൻ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടാ. ടീഷർട്ടും അങ്ങനെയുള്ള സംഭവങ്ങളിലും ഉണ്ട്. പിന്നെ ഞാൻ പിന്നെ അധികം ഇത് കണ്ട അത് എന്ന് വെച്ച് കഴിഞ്ഞാല് എനക്കൊന്നാമത് ഇവരത് ഒരുപോലത്തെ രണ്ടെണ്ണം വേണം. ചിലപ്പം ഒരുപോലത്തെ രണ്ടെണ്ണം കിട്ടൂല. ഒരുപോലത്തെ മീൻസ് ഒരേ സെയിം സൈസ് സെയിം ഡിസൈൻ സെയിം മോഡൽ അങ്ങനെയുള്ളത് വേണം ആഗ്രഹം ഉണ്ടാവുമല്ലോ. നമുക്ക് നോർമലി നമ്മൾ എടുക്കുമ്പോൾ അങ്ങനത്തെ അല്ലേ എടുക്കൂലോ ഇരട്ടയായതുകൊണ്ട്. അന്നേരം പക്ഷെ അത് ഉണ്ടാവൂല. ഇവർ ഒരാളത് ഒരു സൈസ് ഉണ്ടാവും, മറ്റാളത് അതിന്റെ ചെറുതോ വലുതോ ആയിരിക്കും. അന്നേരം നമുക്ക് അത് സെയിം സൈസിലത് കിട്ടൂല. സെയിം സൈസ് ഒന്നല്ല, അനുവിന്റെ അതിന്റെ ഉണ്ടല്ല ഏകദേശം ഞാൻ ഒരു സൈസ് കൂടുതൽ ഒരു സൈസ് കുറവ് അങ്ങനെയുള്ളതാ വാങ്ങിക്കല് കേട്ടാ. ഇതെല്ലാം ഇപ്പം കാണുമ്പം ചെറിയ ഷോർട്ട് ആയിട്ടില്ലേ ടോപ്പ് കണക്കെ തോന്നുന്നു. പിന്നെ ടീഷർട്ട് ഉണ്ടായിനി, കണ്ടാ അവർക്ക് വലിയ ത്രില്ലൊന്നുമില്ല. പിന്നെ ഞാൻ പിന്നെ അത് അവിടെ വെച്ചു. ഒരു ഷർട്ട് ടൈപ്പിലെ ഡ്രസ്സായിരുന്നു അത്. അന്നേരം പിന്നെ ഇവര് വേറെന്തല്ലോ ആണ് പറയുന്നുണ്ടായത്. പിന്നെ അതൊന്നും സൈസൊന്നും അവൈലബിൾ അല്ലാത്തത് കൊണ്ട് ഞാൻ ഒന്നും കൂടി വീണ്ടും ഇനിയിപ്പോ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടോ എനിക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് എന്നറിയാൻ വേണ്ടി ഞാൻ വീണ്ടും ഒന്ന് ലേഡീസിന്റെ സെക്ഷനിലേക്കെല്ലാം ഒന്ന് നടന്നുവേ. ഇതെനിക്ക് തോന്നുന്ന ഒരു സെപ്പറേറ്റ് ആണ്. ഞാൻ വെച്ച് രണ്ടും കൂടി ഒരു സെറ്റ് കോഡ് സെറ്റ് കണക്ക് വരുന്നതാണ്. പക്ഷെ അല്ല, സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ ഷർട്ടും പാന്റും കൂടിയിട്ട് വരുന്നതാണ് കേട്ടാ. അത് ശരിക്കും നൈറ്റ് വെയറിന്റെ ഒരു സെക്ഷനാണ്. അതുകൊണ്ട് പിന്നെ അവിടെ എനിക്ക് തോന്നുന്ന ഏകദേശം ഒരു സെലക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇതുപോലെയുള്ള പാന്റ് ഉണ്ട്, പലാസോ പാന്റ് ടൈപ്പ് പാന്റ് ഉണ്ടല്ലോ, അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ പിന്നെ അതിന് മാച്ച് ആയിട്ടില്ലേ അത് മാത്രം വാങ്ങിച്ചിട്ട് അതിന് മാച്ച് ആയിട്ടുള്ള ഒരു ടീഷർട്ടോ ഷർട്ടോ മേടിക്കണം. അത് എൻ്റെ സൈസിനുള്ളതില്ല. നോട്ട് ദ പോയിന്റ്. എൻ്റെ ഒരു കഷ്ടകാലം നോക്കണം നിങ്ങൾ. എന്നിട്ട് പിന്നെ അതവിടെ തന്നെ വെച്ച് ചെരുപ്പിന്റെ സൈഡിലൊന്ന് നോക്കാൻ പോയി. ചെരുപ്പുണ്ടായിനി അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട്. പിന്നെ കളറെല്ലാം ഈ ഓഫ് വൈറ്റും ബ്രൗണും അങ്ങനെയുള്ള കളർ വരുന്നത് കൊണ്ട് ഞാനത് ചൂസ് ചെയ്തിട്ടില്ല കേട്ടാ. കാരണം എനിക്ക് അങ്ങനെയുള്ള വൈറ്റ് അങ്ങനെയുള്ള കളർ കുറച്ച് ഡിഫിക്കൽട്ട് ആണ് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അന്നേരം പിന്നെ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട്, അതുമല്ല നല്ല വെയിറ്റും ഉണ്ടായിന്, നല്ല വെയിറ്റും ഉണ്ട്. എനിക്കിങ്ങനെ കുറച്ച് വെയിറ്റ് എല്ലാം കുറവില്ലേ അങ്ങനെയുള്ള ചെരുപ്പാണ് കുറച്ചും കൂടി ഷൂ ആണ് പൊതുവേ ഇഷ്ടം. അധികം വെയിറ്റ് വരുന്നതെല്ലാം കുറച്ചും കൂടി പണിയാണ്. പിന്നെ ആക്സസറീസ് ആയാലും എല്ലാം ഒന്ന് കറങ്ങി ആദ്യം തന്നെ എൻ്റെ മനസ്സങ്ങ് മടുത്തു ഗൈസ്, മടുത്തു. ആദ്യം തന്നെ ഞാൻ പ്രതീക്ഷിച്ചതല്ല അവിടെ കണ്ടത്. പക്ഷെ ഞാൻ പറയുന്നത് എക്സല് എല്ലായാലും എക്സൽ ആയാലും എക്സസ് തൊട്ടിട്ട് ബാക്കിയിലെ എല്ലാം നല്ല കളക്ഷൻ ഉണ്ട് കേട്ടാ. കുറെ അധികം നല്ല കളക്ഷൻസ് ഉണ്ട്. പക്ഷെ കുറച്ച് തടിയന്മാരെ കാര്യത്തിലാണ് കുറച്ച് കൺഫ്യൂഷൻ. മേ ബി ആ സമയത്ത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്, ഞാൻ ആ പോയ സമയത്ത് സ്റ്റോക്ക് ഔട്ട് ആയതായിരിക്കും. പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ടെങ്കിൽ മേ ബി ഉണ്ടാവുമായിരിക്കും കേട്ടാ. അറിയില്ലല്ലോ, നമുക്ക് അവരെ കേസ് അന്നാന്ന് എങ്ങനെയാണെന്നൊന്നും അറിയില്ലല്ലോ. ഇതാ ഞാൻ പറഞ്ഞത്. രസമുണ്ട് ചോദിച്ചാൽ രസമുണ്ട്. പക്ഷെ എൻ്റെ ഒരു ഞാൻ അങ്ങനെ പേഴ്സണലി എനിക്കിത് അത്ര ഇഷ്ടമില്ല കളറല്ല. അതുകൊണ്ട് പിന്നെ ഞാൻ അതൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടില്ലേ. അവിടെ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങി. കണ്ട അവളെ ഒരു വെപ്രാളം കണ്ട നിങ്ങ എന്തെന്നറിയാം, മിനിസോ ആ കണ്ടിട്ട് ഞാൻ കാണുമ്പോൾ ഒരു തുള്ളൽ കണ്ടിട്ടേ ആ മിനിസോയിൽ എന്തായാലും ഒന്ന് കയറിയിട്ട് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരണം. ഇപ്പം നമ്മ എവിടെയെങ്കിലും ഇപ്പം നാട്ടിലെല്ലാം ഒരു ഉത്സവത്തിന് അല്ലെങ്കിൽ തെയ്യത്തിനെല്ലാം പോയി കഴിഞ്ഞാൽ ഈ ചന്തയിൽ കയറൂലേ, സെയിം തന്നെ. ആടെ ഇവിടെ ചന്തയിലാന്നേലോ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു പിടിയിൽ ചാടി കയറുവനും ആദ്യം. പിന്നെ തെറ്റ് പറയാനും പറ്റൂലല്ലോ. മത്തം കുത്തിയാൽ കുമ്പളം മുളക്കൂലെന്ന് എൻ്റെ അമ്മ പറയുന്ന പോലെ ഇവരെ നമുക്ക് തെറ്റ് പറയാൻ പറ്റൂല. എൻ്റെ അല്ലേ മക്കള്. അങ്ങനെ ഇതിൻ്റെ അകത്ത് ഒന്ന് കയറി. എനിക്കും ഇഷ്ടമാണ് കേട്ടാ, വാങ്ങിച്ചിട്ടൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ നോക്കി നടക്കാൻ വേണ്ടിയിട്ട്. ആദ്യൻ്റെ തന്നാണ് പറഞ്ഞേ പൗച്ച് ഓൾറെഡി മേടിച്ചു, എനിക്ക് നല്ല ഭംഗിയിലെ പൗച്ചായിരുന്നു. അതെപ്പോഴും അങ്ങനെയാണ്, വാങ്ങിക്കുമ്പോൾ ഏതെങ്കിലും കൂതറ ഏതെങ്കിലും ഒരു പൗച്ച് മേടിക്കും, പിന്നെ ഇങ്ങനെ റിഗ്രറ്റ് അടിക്കും രണ്ടാളും കൂടിയിട്ട്. അങ്ങനെ കപ്പും അങ്ങനെയുള്ള സംഭവം നല്ല ക്യൂട്ടായിട്ടില്ലേ. മിനിസോ എനിക്ക് എന്തെന്ന് പറയില്ല, അത്രയും നല്ല ക്യൂട്ടാണ് അകത്ത് കയറി കഴിഞ്ഞാൽ കേട്ടാ. എല്ലാം ചെറിയ ചെറിയ നല്ല ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങളായിരിക്കുവേ. വലിയ അടിപൊളി റേറ്റ് അങ്ങനെയൊന്നും പറയാനാവില്ല, എന്നാലും റീസണബിൾ ആയിട്ടുള്ള റേറ്റിനുണ്ട്. ഇച്ചിരി വലിയ അതെ കുറച്ച് വലിയ റേറ്റ് ഉള്ളതും ഉണ്ട് കേട്ടാ. ഇങ്ങനെ നമ്മൾ എന്തെന്ന് പറയില്ല, ഇങ്ങനെ ഈ ഒരു സോഫ്റ്റ് ടോയ് കണക്കത്തെ സംഭവം അല്ലേ, നമ്മളിങ്ങനെ പ്രഷർ റിലീഫിനെല്ലാം വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ പ്രസ് ചെയ്ത് എന്താ അതിൻ്റെ പേര് എനിക്കറിയില്ല. ഒരിങ്ങനെ അതുപോലെ ഇങ്ങനെ നല്ല നല്ല രസമില്ലേ. ഇതുപോലത്തെ ഒരു സ്മൈലിൻ്റെ എല്ലാം ഫേസ് നമുക്ക് വരില്ല, ഇങ്ങനെ കുറച്ച് പ്രഷറെല്ലാം കുറക്കാനുള്ള സംഭവം. അതാണ് കേട്ടോ, അതാണെന്ന് തോന്നുന്നു, ഞാൻ ഉറപ്പ് പറയുന്നില്ല. അനുവാദി എന്നോട് പറഞ്ഞു അതാണ് സംഭവം എന്ന്. ഞാനത് വായിച്ചു നോക്കിയിട്ടൊന്നും ഉണ്ടായിട്ടില്ല. എന്നിട്ട് അങ്ങനെ അതെല്ലാം കണ്ടു. അങ്ങനെ എന്തെല്ലോ അവിടുന്ന് കാണുന്നുണ്ട്. ഞാനിതെല്ലാം അനുവാദി ഓരോന്ന് എടുത്ത് പൊക്കിക്കൊണ്ടിരുന്നുണ്ട്. ബാത്ത് ബോംബാണ്, ചോക്ലേറ്റ് ആണ് കിളിയെ കാണുമ്പോൾ. അന്നേരം ഓരോന്ന് പൊക്കിക്കൊണ്ടിരുന്നുണ്ട്, ഞാനതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ വാങ്ങിക്കണം എന്നില്ല ഒരു ഇതില്ല കേട്ടാ.
ഞാൻ അത് ചിന്തിക്കുന്നേ ഇല്ല. അതിൻ്റെ ഇടയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, എൻ്റെ ഷോർട്സ് കണ്ടവർക്ക് മനസ്സിലാവുമായിരിക്കും, അനുവിൻ്റെ അതിൻ്റെ രണ്ടും വേറെ വേറെ കുപ്പായാണ്. ഇന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്ത് ഇവര് പറഞ്ഞു, ഒരാൾ പറഞ്ഞു എനിക്ക് എന്തായാലും ട്രൗസർ വേണം, കുറേ ആയി അവള് ഈ ഷോർട്സ് ഇടാത്തത്, അതന്നെ വേണമെന്ന് പറഞ്ഞു. അത് ഇട്ടു. അന്നേരം ആദ്യം പറഞ്ഞു എനിക്ക് അത് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ചൊറിയുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമില്ലത് ഇട്ടോ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടാൾ വേറെ വേറെ, എനിക്ക് തോന്നുന്നു എൻ്റെ അറിവ്, എൻ്റെ ഒരു ഓർമ്മയിൽ എൻ്റെ അറിവില്ലാണ്ട് അവർ വേറെ ഇടില്ല, അത് വേറെ കാര്യം. പക്ഷെ ഞാൻ ഇപ്പൊ ഇത്രയും നാളിന്റെ ഇടയിൽ പുറത്ത് പോകുമ്പോൾ ഇവരിങ്ങനെ വേറെ ചേഞ്ച് ചെയ്തിട്ട് രണ്ട് ടൈപ്പ് ഓഫ് ഡ്രസ്സ് ഇടുന്നത് ആദ്യമായിട്ടാണ് കേട്ടാ. കാണുമ്പോൾ എനിക്കൊരു സങ്കടം. അന്നേരം ഞാൻ എന്നിട്ട് ഇങ്ങനെ അമ്മയോടെല്ലാം പറയുമ്പോൾ അമ്മ പറഞ്ഞു അവര് വലുതായില്ലേ, അവർക്ക് അവരുതായിട്ടുള്ള ഇഷ്ടം ഉണ്ടാവില്ലേ. ശരിയാണ്, സത്യമാണ്. എന്നാൽ നമുക്കതങ്ങനെ വിട്ടുകൊടുക്കാൻ എന്തോ ഒരു സങ്കടം പോലെ. കാരണം ഞാനിപ്പം പിള്ളേറാണെന്ന് വിചാരിക്കുമ്പോഴേ എൻ്റെ മനസ്സിലുണ്ടായത് രണ്ടും ഒരുപോലത്തെ കുപ്പായം, ഒരുപോലത്തെ മുടി കെട്ടി, അതൊരു പ്രായം വരെ നടക്കൂലോ ഗൈസ്, ഒരു പ്രായം വരെ. കുറച്ച് വലുതാവുമ്പോൾ ഇവർക്ക് വലുതായിട്ടുള്ള ചോയ്സ് എല്ലാം ഉണ്ടാവുമല്ലോ, നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുമല്ലോ. അങ്ങനെ കുറേ സമയം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളെല്ലാം നോക്കിയിട്ട് നടന്നു. പിന്നെ എനിക്ക് ഈ ബ്രഷ് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു ബോക്സ് വേണമെന്നുണ്ടായിനെ. അന്നേരം ഞാൻ കണ്ട, ഞാനിപ്പോൾ എടുക്കുന്നുണ്ടാ, ഇത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായി കേട്ടാ. അതാവുമ്പം അത് അങ്ങ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. അന്നേരം അങ്ങനെ ഓപ്പൺ ആയിട്ടുള്ളതാണ് ഓൾറെഡി നമ്മുടെ അടുത്ത് ഉള്ളത്. അത് അതിനെക്കാട്ടി കുറച്ചും കൂടി ക്ലോസ് ആയിട്ടുള്ളത് എടുക്കാമല്ലോ എന്ന് ഓൾറെഡി എൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിന് കേട്ടോ. അത് പിന്നെ ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നതാണ്, നാട്ടിലേക്കെല്ലാം കൊണ്ടുപോകുമ്പോൾ അത് പൊട്ടിപ്പോയിട്ടുണ്ടായിന്. അന്നേരം പിന്നെ ഞാൻ അങ്ങനത്തെ ഒന്നെടുത്തു. പിന്നെ എന്താപ്പാ, പിന്നെ വേറെന്തോ ഫ്ലോസർ ഇല്ലേ, നമ്മൾ ഈ പല്ലിനെല്ലാം ക്ലീൻ ചെയ്യുന്ന സംഭവമല്ലേ, അറിയുമായിരിക്കും. അങ്ങനെയില്ല ഫ്ലോസർ, അത് അനുവാദി അന്നേ പറയുന്നുണ്ടായി ഫ്ലോസർ വാങ്ങിക്കണം എന്നല്ലേ. അങ്ങനെ അത് ഫ്ലോസറിൻ്റെ ഒരു സെറ്റും ഇത് രണ്ടും മാത്രമേ എടുത്തിട്ടുണ്ടായിട്ടു കേട്ടാ. ഇത് രണ്ടും മാത്രം എടുത്തു. പിന്നെ ഒന്ന് ഫുള്ള് ഒരു 2 സാധനം എടുക്കാൻ ഏകദേശം ഒരു അരമണിക്കൂർ നമ്മൾ അവിടെ കറങ്ങി എന്ന് പറയണം, വെറുതെ ഓരോന്നോരോന്ന് നോക്കിയിട്ട്. പിന്നെ നമ്മ ബില്ലെല്ലാം പേ ചെയ്തിട്ട് അവിടെ നിന്ന് നേരെ ഇറങ്ങി ലുലുവിന്റെ മുന്നിലെത്തി. ഈ വിനീസോന്ന് വാങ്ങിച്ച സാധനമെല്ലാം അവിടെ കൗണ്ടറിൽ ഏൽപ്പിച്ച് നമ്മൾ നേരെ ട്രോളിയെല്ലാം എടുത്തു. ട്രോളിയെല്ലാം എടുത്തിട്ട് ഞാൻ ട്രോളി ചേട്ടന് ഹാൻഡ് ഓവർ ചെയ്ത് ഉടനെയിൽ അനുവാദി ചാടിക്കേറിയിരുന്നു. ഞാൻ തള്ളുന്ന സമയത്ത് ഇവരങ്ങനെ കയറിയിരിക്കാൻ വേണ്ടിയിട്ട് മെനക്കെടൂല, കാരണം അവർക്കറിയാം അത് എനിക്ക് ഞാൻ ഈ ഫോണും പിടിച്ച് പേഴ്സും പിടിച്ച് അതിൻ്റെ ഇടയിൽ ഇതും കൂടി ആവുന്ന സമയത്ത് എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും, അവരുദ്ദേശിച്ച ആ സ്പീഡൊന്നും കിട്ടൂല. അന്നേരം ആ ചേട്ടൻ പിടിച്ച ഉടനെ ചാടി കയറി. ഞാൻ പിന്നെ ഒരു സാധനങ്ങളായിട്ട് വാങ്ങിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. റവയാണ് ആദ്യം തന്നെ എടുത്തത്. എനിക്ക് ഒരു 2-3 ദിവസം മുമ്പ് കേസരി തിന്നാൻ വലിയ ആഗ്രഹം, നോക്കുമ്പോൾ റവ ഉണ്ടായില്ല. അന്നേരം കേസരി ഉണ്ട്, അതിപ്പോഴും ഞാൻ കേസരി ആക്കിയിട്ട, നോട്ട് ദ പോയിന്റ്, അത് വേറെ കാര്യം. പക്ഷെ ആ സമയത്ത് പെട്ടെന്നൊരു കൊതി തോന്നിയിട്ട്, പക്ഷെ എനിക്കത് ഇല്ലാത്തത് കൊണ്ട് വല്ലാത്ത സംഭവം ഉണ്ടായിരുന്നു. അന്നേരം ആദ്യം തന്നെ റവ കണ്ടു, അത് വാങ്ങിച്ചു. അനുവാദി ആദ്യം തന്നെ ഒരു ചിപ്സ് കണ്ടിട്ടുണ്ടായിരുന്നു, ക്ലിപ്പല്ല ചിപ്സ് കണ്ടിട്ടുണ്ടായിരുന്നു, ലേസിന്റെ 3 എണ്ണം വരുന്നത്, അത് വാങ്ങിക്കണം എന്ന് പറഞ്ഞു. അന്നേരം 3 എണ്ണം എന്ന് പറയുമ്പോൾ ആ ചേട്ടൻ പറഞ്ഞു 3 എണ്ണം അല്ലേ എടുത്തോ, 3 ആക്കും ആയല്ലോ. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട ചിപ്സ്, ലേസ് ആവശ്യമില്ല എന്ന് പറഞ്ഞു. ആ പ്രിങ്കിൾസിന്റെ സംഭവം അല്ലേ, ആ ഒരു ബോട്ടിലുള്ളത്. പിന്നെ അവസാനം അവനോട് അതിടും പറഞ്ഞു നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്യാൻ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ട് അവിടുന്ന് അതിൻ്റെ എല്ലാം കുറച്ച് സോപ്പെല്ലാം ഉണ്ടായിനി. പിന്നെ പുറത്തുനിന്ന് വേറെ വാങ്ങിച്ചു തരാന്ന് പറയുമ്പോൾ പിന്നെ അതിൽ അങ്ങ് വീണു. പിന്നെ അങ്ങനെ ഒരു സാധനമായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ എല്ലാം ലിസ്റ്റ് ആക്കിയിട്ട് ഞാൻ എല്ലാ സാധനവും ഗ്രോസറി ഐറ്റംസിൻ്റെ എല്ലാം ലിസ്റ്റ് ഞാനൊരു സ്റ്റിക്കി നോട്ടില്ലേ അത് ഫ്രിഡ്ജിൽ അങ്ങ് സ്റ്റിക്ക് ചെയ്ത് വെക്കുവേ. ആവശ്യമുള്ളത് പെട്ടെന്ന് ഓർമ്മ വരും, നമുക്കിങ്ങനെ ചിന്തിക്കുന്നതല്ലോ, പെട്ടെന്ന് എന്തെങ്കിലും എടുക്കുന്ന സമയത്ത് അതില്ല നാട് അത് എഴുതി വെക്കും. ചില കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ഓർമ്മയുണ്ടാവണമെന്നില്ല, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, ചിലപ്പോൾ ജീരകമായിരിക്കും, അങ്ങനെയുള്ള സംഭവങ്ങൾ. അന്നേരം ഞാൻ ആ സ്പോട്ടിലെ നാടും ഒട്ടനെ ഞാൻ തന്നെ ഒരു പെന്നും ഉണ്ട്, ആ പെന്നും വെച്ചിട്ട് ആ നാടും ആ നോട്ടിലങ്ങ് എഴുതി വെച്ചു. ഈ നോട്ട് എടുത്ത് പോയാൽ മതിയല്ലോ, എൻ്റെ അതിബുദ്ധി എന്ന് പറയണല്ലോ, ഫോൺ എടുത്തിട്ട് നോട്ടിൽ ഈ ലിസ്റ്റ് ടൈപ്പ് ചെയ്യാൻ മടിച്ചിട്ടാണ് ഞാൻ ഈ ഒരു പണി എടുക്കുന്നത്. എന്നിട്ട് എന്താവും, ലാസ്റ്റ് ഇതെടുക്കാൻ ഞാൻ അങ്ങ് മറക്കും ഗൈസ്. അതാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം, ഞാൻ ഇതെടുക്കാണ്ട് പോവും. പിന്നെ ആ പോയെടുത്തുനിന്ന് ഞാൻ എല്ലാ സൈഡിലും മുക്കും മൂലയും നടക്കും, എനിക്ക് ഓർമ്മ വരാൻ വേണ്ടി. ഇത് കാണുമ്പല്ലേ നമുക്ക് ഓർമ്മ വരില്ലോ, ഇത് കണ്ടില്ലെങ്കിൽ നമുക്ക് ഓർമ്മ വരില്ലേ. അല്ലെങ്കിൽ ഞാൻ ആടി ഇരുന്ന് ആലോചിക്കും എന്തെന്നാണ് അടുത്ത എന്തെന്നാണ് ഏതാണെന്ന് ആലോചിക്കും. എന്നിട്ട് അവസാനം വീട്ടിൽ വന്നിട്ട് ഇത് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഏതെങ്കിലും 1-2 മിസ്സാവും. അന്നേരം ഇത് ഇപ്രാവശ്യം എനിക്ക് കുറച്ച് വലിയ ലിസ്റ്റ് ഉണ്ട്. അന്നേരം അതുകൊണ്ട് എനിക്ക് കൺഫ്യൂഷനായി ഇത് ഏതെല്ലാം എന്നുള്ളത്. അന്നേരം ഞാൻ ഓരോ മുക്കും മൂലയിലേക്കും ഇങ്ങനെ പോവേന്നിട്ടാ. പരിപ്പും ചെറുപയറെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിനി, പരിപ്പല്ല വൻപയറില്ലേ, മമ്പയറും ഇതും ചെറുപയറും കഴിഞ്ഞിട്ടുണ്ടായി, അത് വാങ്ങിച്ചു. അനുവിനെ അധികം അതിൻ്റെ ഇടയിൽ ഞാൻ ഇത് വാങ്ങിച്ച് സെറ്റാക്കി കൊടുത്തു ചിപ്സ്. അതുകൊണ്ട് അനുവാദിയും അതിലങ്ങ്
റെഡി ആയിട്ടാ. പിന്നെ ഈ നമ്മളെ പറങ്കിക്കിങ്ങിന്റെ വെറൈറ്റി ഓഫ് പറങ്കിക്കിങ് ഉണ്ടായി, നമ്മുടെ നാട്ടിൽ കിട്ടുന്നതെല്ലാം ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ അത് ഒറ്റ ഒന്ന് എടുത്തിട്ടുണ്ടായിട്ടു. ഇവിടെ പുഴുങ്ങി കഴിക്കാനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല, കിഴങ്ങ് പൊരിയാക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ അത് ഒന്നേ ഇല്ലും തോന്നുന്നു, ഒന്ന് എടുത്തു. പിന്നെ അതിന് ശേഷം വെളുത്തുള്ളി, അത് രണ്ടും നമ്മൾ നാട്ടത്തെ ഒന്നും പിന്നെ പുറത്തുള്ളതൊന്നും, അതിന്റെ ഡിഫറൻസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒന്ന് വലുതും ഒന്ന് ചെറുതുമായിരിക്കും. ഒന്ന് മറ്റേതിന്റെ അല്ലിയും വലിയതായിരിക്കും, മീൻസ് അത് പൊളിച്ചു കഴിഞ്ഞാൽ അതിന്റെ അതും വലുതായിരിക്കും. മറ്റേത് ചെറുത് നമ്മളെ നാട്ടത്തത്. പക്ഷെ നാട്ടത്തത് രണ്ടെണ്ണം ഇട്ട് കഴിഞ്ഞാൽ ആ കറി മൊത്തം നല്ല ഫ്ലേവർ ഉണ്ടാവും. പക്ഷെ ഇടുത്തത് എനിക്ക് അത്ര ഒരു ഇത്, പക്ഷെ മെനക്കേടില്ല കേട്ടാ, പെട്ടെന്ന് ഉരിഞ്ഞിട്ടെല്ലാം കിട്ടും. അതുകൊണ്ട് ഞാൻ അധികം വലുതാന്ന് മേടിക്കല്, ചെറുത് നാട്ടത്തത് മേടിക്കുന്നതിനെയും കാട്ടി ഞാൻ പുറത്തുനിന്നുള്ളതാ മേടിക്കല്. പിന്നെ അതെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞ് നേരെ ചോക്ലേറ്റിന്റെ സെക്ഷനിലേക്ക് പോയി. എന്റെ ഫേവറേറ്റ് ചോക്ലേറ്റ് ആണ് മറ്റേ എന്താ പറയാ, കുനാഫ, പിസ്താച്ചിയോ കുനാഫ ചോക്ലേറ്റ് ഇല്ലേ, അതിന്റെ വലിയ പീസ് എനിക്ക് അങ്ങനെ ഒറ്റയടിക്ക് അങ്ങ് ഇങ്ങനെ മടുപ്പ് വരും. അതിന്റെ കുഞ്ഞു കുഞ്ഞു പീസ് ഉണ്ടാവുമല്ലോ, നമ്മൾ ഈ ലൂസായിട്ട് വാങ്ങിക്കുന്നത്. നേരെ അടുത്തേക്ക് പോയിട്ട് അവിടുന്ന് അത് വാങ്ങിച്ചു, കുറച്ചത് വാങ്ങിച്ചിട്ട് അതിന്റെ ഇടയിൽ ഞാൻ റോസ് പെറ്റൽസ് ആണ് കണ്ടത്. 1 കിലോക്ക് വെറും 100 ദിറം സെയിലു ഗൈസ്, 2400 ഒരു വെറും തുച്ഛമായ പൈസ അല്ലെ. ഞാൻ ഞെട്ടിപ്പോയി, ടീച്ചർ 100 ദിറംസ് വിചാരിച്ചിട്ട്. പിന്നെ എങ്ങനെ എല്ലാം ബില്ലെല്ലാം ചെയ്ത് നേരെ വീട്ടിലേക്ക് വിടുന്ന സമയത്ത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10-11 മണിയായി സമയം. പിന്നെ ചേട്ടൻ പറഞ്ഞു എന്തായാലും ഫുഡ് വാങ്ങിക്കാം, നമുക്ക് ഒരു ഫുൾ ചിക്കൻ മേടിക്കാം, ഗ്രിൽഡ് ചിക്കൻ വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് കണ്ടാനും അനുനി അതിന് നിങ്ങൾ കാണുന്നുണ്ടാ, അനുനി അതിന്റെ മുകളിൽ മൊത്തം സാധനം വെച്ചിട്ട് അതിനെ ഡിക്കി വെച്ചിട്ടില്ല, ചേട്ടൻ സൈഡിൽ തന്നെ വെക്കുന്നതിന് കേട്ടാ. അങ്ങനെ അനു അതിന്റെ ഇടയിൽ ഞെരിവിരി കൊള്ളുന്നുണ്ട്, വലിയ താല്പര്യമൊന്നുമില്ല. ആ ചേട്ടൻ അതേ പറഞ്ഞു, നിങ്ങൾ അവിടെ ഇറങ്ങിക്കോ, ഞാൻ ഫുഡ് വാങ്ങിച്ചിട്ട് വരാ പറയുമ്പോ ഇല്ല നമ്മളും വരുന്നത് പറഞ്ഞു. പിന്നെ ഇതൊക്കെ കുറേ സമയം ഈ സിഗ്നലിൽ പെട്ട് നിന്നുവേ, നല്ല തിരക്കുണ്ടായിനി. അന്നേരം വീക്കെൻഡും അല്ലേ, അന്നേരം അതിന്റെ തിരക്കുണ്ടായിനി. അന്നേരം പറഞ്ഞ എനിക്ക് മതിയായി, എനിക്ക് വൊമിറ്റ് ചെയ്യാൻ വരുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് ബാക്കിന്ന് ചലവിലിയായിരുന്നു. അങ്ങനെ പിന്നെ നേരെ ഫുഡ്, നമ്മൾ ഓരോരോ ഫുഡ് സ്പോട്ട് ട്രൈ ചെയ്യല് ആരെങ്കിലും ഒരാൾ പറയുമല്ലോ, അവിടെ നല്ലതായിരുന്നു എന്നാടും നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ അവിടത്തേക്കായിരിക്കും കേട്ടാ. അങ്ങനെ നടന്ന് വാങ്ങിക്കും. ചിലപ്പോൾ ഫ്ലോപ്പ് ആയിരിക്കും, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ, അവർക്ക് ഇഷ്ടപ്പെട്ടത് നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അങ്ങനെ പിന്നെ നേരെ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടിട്ട് പോവേനെ. പിന്നെ അവിടെ എത്തി കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് ഫുഡെല്ലാം മേടിച്ച് നേരെ വീട്ടിലേക്ക് പോയി കേട്ടാ. എത്രയുള്ളൂ സംഭവം, ഒരു ചെറിയ കുഞ്ഞി ഷോപ്പിംഗ് വീഡിയോ ആണേ. എന്നാ പിന്നെ ആയിക്കോട്ടെ, വേറൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടാ.